പ്രൈസ് ദി ലോർഡ്. നിങ്ങളെ എല്ലാവരെയും ബ്ലെസ്സഡ് മോർണിംഗിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അത് നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അത് നിശ്ചയം. നിശ്ചയം നിശ്ചയം അത് നിശ്ചയം, വാക്കു പറഞ്ഞവൻ മാറുകില്ല. നിശ്ചയം നിശ്ചയം അത് നിശ്ചയം, വാഗ്ദത്തം തന്നവൻ അകലുകില്ല. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അത് നിശ്ചയം. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പേർ പറയും, ഞാൻ മിമ്മവല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2024 ജൂൺ മാസം 12-ാം തീയതി വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും പ്രത്യേകിച്ച് ഈ പകർച്ചവ്യാധിയിൽ നിന്നും അനേക പ്രതികൂലത്തിൽ നിന്നും പ്രതിസന്ധിയിൽ നിന്നും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. അടുത്തു വന്ന് നമ്മെ കരം പിടിച്ചെഴുന്നേൽപ്പിക്കുന്ന ദൈവം. പ്രിയരെ, പ്രാരംഭവാക്യത്തിലേക്ക് വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 30-31 വാക്യങ്ങൾ. അവിടെ ശീമോന്റെ അമ്മായിയമ്മ പനി പിടിച്ച് കിടന്നിരുന്നു. അവർ അവളെക്കുറിച്ച് അവനോട് പറഞ്ഞു. 31-ാമത്തെ വാക്യം, അവൻ അടുത്ത് ചെന്ന് അവളെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. പനി അവളെ വിട്ടുമാറി, അവൾ അവരെ ശുശ്രൂഷിച്ചു. പ്രിയരെ, പ്രഭാതത്തിൽ ദൈവം നമ്മോട് ഇടപെട്ട അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തിന് നന്ദി പറയാം. എൻ്റെ കൂടെ എത്ര പേർ ഈ പ്രഭാതത്തിൽ ദൈവത്തിന് നന്ദി പറയും? ഞാൻ നിങ്ങൾ വായിച്ചു കേട്ട വചനം എനിക്ക് നിങ്ങൾക്ക് സുപരിചിതമാണ്. പത്രോസിന്റെ അമ്മായിയമ്മേ, പനിയായി കിടക്കുന്ന ആ മകളെ എൻ്റെ കർത്താവ് അടുത്ത് ചെന്ന് കരം പിടിച്ചെഴുന്നേൽപ്പിക്കുന്ന ഭാഗമാണ് ഞാൻ നിങ്ങൾ കേട്ടത്. ഒന്നുകൂടെ അതിൻ്റെ ആഴ ശ്രദ്ധിക്കാമെങ്കിൽ, കർത്താവിനോട് അവളെക്കുറിച്ച് അവളുടെ അവസ്ഥ പറയുകയാണ്. വാസ്തവമായിട്ട് ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്നവരെ, നമ്മുടെ അവസ്ഥകൾ കർത്താവിനോട് പറഞ്ഞാൽ ആ അവസ്ഥയ്ക്ക് മാറ്റം തരുന്ന ഒരു ദൈവത്തെയാണ് ഞാനിതുപോലെ സേവിക്കുന്നത്. കർത്താവിനോട് അവർ വ്യക്തമായി പറഞ്ഞു, പനിയാണ്, അവൾ ചില ദിവസങ്ങളായി ദീനമായി കിടക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് അടുത്ത് ചെന്ന് അവളെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചതാണ് ആ വചനം കാണുന്നത്. ഈ കാലഘട്ടത്തിൽ പനിയും പകർച്ചവ്യാധിയൊക്കെ നമ്മുടെ നടുവിൽ നിൽക്കുമ്പോൾ ലോകപ്രകാരം മനുഷ്യരാരും രോഗികളുടെ അടുക്കലേക്ക് പോകാൻ പറ്റാത്ത സമയത്ത് അല്ലെങ്കിൽ മടിക്കുന്ന സമയത്ത് എൻ്റെ കർത്താവിൻ്റെ പ്രത്യേകത, ഏത് രോഗത്തിൻ്റെ അനുഭവത്തിലും എൻ്റെ കർത്താവ് നിൻ്റെ അടുക്കൽ വരും. ലോകം എഴുന്നേക്കത്തില്ലെന്ന് പറഞ്ഞ അവസ്ഥയിൽ നിന്ന് കർത്താവ് കരം പിടിച്ച് എഴുന്നേൽപ്പിച്ച ആ മാത്രയിൽ തന്നെ, ആ സമയത്തു തന്നെ അവളുടെ പനി അവളെ വിട്ടുമാറി. നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ ഈ പ്രഭാതത്തിൽ എൻ്റെ കർത്താവ് നിങ്ങളുടെ കരം പിടിക്കാൻ പോവുകയാണ്. ചിലത് വിട്ടുമാറും, കർത്താവ് നിങ്ങളെ എഴുന്നേൽപ്പിക്കും. എങ്കിൽ ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങൾ ശ്രദ്ധിക്കുന്നത് എഴുന്നേൽപ്പിക്കുന്ന ദൈവത്തെക്കുറിച്ചാണ്. ഹല്ലേലൂയ. ഏതെല്ലാം വിധത്തിലാണ് നാം എഴുന്നേൽക്കുന്നത്? ഒന്നുകൂടെ ശ്രദ്ധിച്ചാൽ, വർഷങ്ങളായ രോഗത്തിൽ കിടക്കുന്നവരുണ്ട്, നാളുകളായി എഴുന്നേൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ. ഈ വചനം നിങ്ങൾ ശ്രദ്ധിക്കാമെങ്കിൽ നിങ്ങൾ ആ രോഗശയ്യയിൽ നിന്ന് കർത്താവിൻ്റെ ശബ്ദത്താൽ നിങ്ങൾ എഴുന്നേൽക്കാൻ പോവുകയാണ്. വായിച്ചു കേട്ട വാക്യത്തിനകത്ത് പത്രോസിന്റെ അമ്മായിയമ്മ പനിയായി കിടക്കുന്നു. കർത്താവ് കരം പിടിച്ചെഴുന്നേൽപ്പിച്ചത് കാണാൻ കഴിയുന്നു. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം ഞാൻ നിങ്ങൾ ശ്രദ്ധിച്ചാൽ, ആ കുളക്കടവിൽ 38 വർഷമായി രോഗം പിടിച്ചു കിടക്കുന്ന ഒരു മനുഷ്യനെ കാണാം. ആരും സഹായിക്കാനില്ലാത്തവൻ. എന്നാൽ എൻ്റെ കർത്താവ് വർഷങ്ങളുടെ പഴക്കം നോക്കാതെ അവനെ കർത്താവ് നേരിട്ട് വന്ന് എഴുന്നേൽപ്പിക്കുന്നത് കാണാൻ കഴിയും. വിശ്വസിക്കാമെങ്കിൽ ഇന്ന് കാലതാമസമോ വർഷങ്ങളുടെ പഴക്കമോ നോക്കാതെ എൻ്റെ കർത്താവ് നിങ്ങളെ എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. ഈ മാസം എഴുന്നേൽപ്പിൻ്റെ മാസമാണ്. കർത്താവ് നിശ്ചയമായി നിങ്ങളെ എഴുന്നേൽപ്പിക്കും. രോഗികളായി ഭാരപ്പെടുന്നവരെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ, യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം പറയുന്നു, വിശ്വാസത്തോടുള്ള പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും, കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഈ മിനിറ്റുകൾ പ്രാർത്ഥിക്കുക. എൻ്റെ കർത്താവ് ദീനക്കാരനെ രക്ഷിക്കുക മാത്രമല്ല, എൻ്റെ ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. രോഗത്തിൽ നിന്ന് പൂർണ്ണമായും
എഴുന്നേൽപ്പിക്കുന്ന ദൈവം. കർത്താവിൻ്റെ വലിയ വിശ്വസ്തതയ്ക്കായിട്ട് നമുക്ക് ഈ പ്രഭാതത്തിൽ നന്ദി പറയാം. രണ്ടാമത്തെ മേഖലയാണ് അല്ലെങ്കിൽ നാളുകളായിട്ട് ചിലവർ നിങ്ങൾ എഴുന്നേൽക്കാത്ത രീതിയിൽ ചിലവരെ വാക്കുകൾ നെഗറ്റീവായിട്ട് നിങ്ങളെ ഇരുത്തിയിട്ടുണ്ടാകാം, നിങ്ങളെ ഭയപ്പെടുത്തിയിട്ടുണ്ടാകാം. ബൈബിൾ ആഴമായി ശ്രദ്ധിക്കുന്നവർക്കറിയാം, മാർക്കോസിന്റെ സുവിശേഷം 10:47 തുടങ്ങിയുള്ള വാക്യങ്ങളിൽ തിമായിയുടെ മകനായ ബർത്തിമായി ഇതാ റോഡിന്റെ വക്കിലിരുന്ന് ദാവീദ് പുത്രാ എന്നോട് കരുണ തോന്നണേ എന്ന് പറഞ്ഞ് നിലവിളിക്കുകയാണ്. നിലവിളിക്കുമ്പോൾ 48 വാക്യം, മിണ്ടാതിരിപ്പാൻ പലരും അവനെ ശാസിച്ചിട്ടും ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് അവൻ ഏറ്റവും അധികം നിലവിളിച്ചു പറഞ്ഞു. മിണ്ടാതിരിക്കാൻ പലരും അവനോട് പറയുകയാണ്. കാരണം അവന്റെ എഴുന്നേൽപ്പ് ആഗ്രഹിക്കാത്ത ഒരു കൂട്ടം ആൾക്കാർ അവന് വേണ്ടിയല്ല യേശു വന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ മാനുഷിക ശബ്ദം നിങ്ങളെയും എന്നെയും ഇരുത്തുന്നതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ മാനുഷിക ഭയം എന്നെയും നിങ്ങളെ നിരാശപ്പെടുത്തുന്നതാണ്. 1 രാജാക്കന്മാരുടെ പുസ്തകം 19 അധ്യായത്തിൽ ഇസബേല് ഏലിയാവിനെ വെല്ലുവിളിക്കുന്നത് കാണാൻ കഴിയും. 1 രാജാക്കന്മാരുടെ പുസ്തകം 19 അതിന്റെ 2 വാക്യം, ഇസബേൽ ഏലിയാവിന്റെ അടുക്കൽ ഒരു ദൂതനെ അയച്ചു, നാളെ ഈ നേരത്ത് ഞാൻ നിന്റെ ജീവനെ അവരിൽ ഒരുത്തന്റെ ജീവനെ പോലെ ആക്കുന്നില്ല എങ്കിൽ ദേവന്മാർ എന്നോട് തക്കവണ്ണം അധികവും ചെയ്യട്ടെ എന്ന് പറയിച്ചു. നിങ്ങൾ ഈ വചനത്തെ ശ്രദ്ധിച്ചു നോക്കിയേ. ഏലിയാവിന്റെ അടുക്കലേക്ക് ഇസബേൽ ഒരു ദൂതനെ അയച്ചിട്ട് പറയാണ്, നാളെ ഈ നേരത്ത് അവരെ പോലെ നിന്റെ ജീവിതവും ഞാൻ ആക്കി തീർക്കും. 3 വാക്യം, അവൻ ഭയപ്പെട്ട് ജീവരക്ഷയ്ക്കായി പുറപ്പെടുന്നത് കാണാൻ കഴിയുന്നു. അവന്റെ ഉള്ളിൽ ഭയങ്കര ഭയം വന്നു, ജീവിതം മടുത്തു പോയതുപോലെ തോന്നി. ഇന്നും അനേകരുടെ വാക്കുകൾ, നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിങ്ങളുടെ മേലധികാരികൾ നിങ്ങളെ ഭയപ്പെടുത്തിയിട്ടുണ്ടാകാം. നിങ്ങളുടെ അയലത്തുകാർ, നിങ്ങളുടെ ബന്ധുക്കാർ ചില ശാപവാക്കുകൾ പറഞ്ഞ് നിങ്ങളുടെ വാതിലുകൾ അടച്ചിട്ടുണ്ടാകാം. എന്നാൽ ദൈവത്തിന്റെ ശബ്ദം നിന്നെ എഴുന്നേൽപ്പിക്കുന്നതാ. നിന്റെ പ്രാർത്ഥനയും നിലവിളിയും എൻ്റെ കർത്താവിനെ നിന്റെ അടുക്കലേക്ക് കൊണ്ടുവരുന്നതാ. നിങ്ങൾ നോക്കേ, തിമായിയുടെ മകനായ ബർത്തിമായി യേശുവേ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമെന്ന് പറഞ്ഞപ്പോൾ അനേകർ അവനോട് പറഞ്ഞു മിണ്ടാതിരിക്കാൻ. എന്നാൽ അവന്റെ നിലവിളി അധികമായപ്പോൾ, അവന്റെ നിലവിളിയുടെ ശബ്ദം ഉയർന്നപ്പോൾ യേശു കർത്താവ് നിന്നു, അവനെ വിളിക്കുവാൻ പറഞ്ഞു. വിശ്വസിക്കാമെങ്കിൽ ഈ പ്രഭാതത്തിൽ എൻ്റെ കർത്താവ് നിന്റെ വാക്കിനകത്ത് ഉത്തരമരുളാൻ പോവുകയാണ്, നിന്നെ എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. 3ാമത്തെ ഭാഗം ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ ശ്രദ്ധിച്ചോ. നിങ്ങളുടെ കടബാധ്യതയിൽ നിന്ന്, നിങ്ങളുടെ താഴ്ചയിൽ നിന്ന് എൻ്റെ കർത്താവ് നിങ്ങളെ എഴുന്നേൽപ്പിക്കാൻ പോകും. 113 സങ്കീർത്തനം അതിന്റെ 7 വാക്യം, അവൻ എളിയവനെ പൊടിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുകയും ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുകയും ചെയ്തു. വിശ്വസിക്കാമെങ്കിൽ ഈ പ്രഭാതത്തിൽ ഈ വാക്യത്തെ സ്വീകരിക്കുക. നാളുകളായി കടബാധ്യതയിൽ നിൽക്കുന്നവർ, സാമ്പത്തികമായി വഴി തുറക്കാത്തവർ ഈ പ്രഭാതത്തിൽ ഈ വാക്യത്തെ ഏറ്റെടുക്കണം. അവൻ എളിയവനെ പൊടിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുകയും ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുകയും ചെയ്യും. നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ സ്ഥിതിക്ക് മാറ്റം വരുത്തുന്ന, സാമ്പത്തികമായി ഉയർച്ച തരുന്ന, അവസ്ഥകൾക്ക് മാറ്റം വരുത്തുന്ന ദൈവം ഇന്ന് നിങ്ങളെ എഴുന്നേൽപ്പിക്കാൻ പോകും. 4ാമത്തെ ചിന്ത, അഭിഷേകം നിന്റെ മേളിൽ വന്നാൽ നീ എഴുന്നേറ്റിരിക്കും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40 അതിന്റെ 31 വാക്യം, എങ്കിലും യഹോവയെ കാത്തിരുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും, അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ അഭിഷേകം നിങ്ങളെ എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. യെശയ്യാവ് 60 പറയുന്നു, എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുകയാണ്. അഭിഷേകം നിന്റെ മേലിൽ വെളിപ്പെടാൻ പോവുകയാണ്. ഒന്നുകൂടി ആഴം ശ്രദ്ധിക്കാമെങ്കിൽ അപ്പോസ്തല പ്രവൃത്തി 3 അതിന്റെ 6 വാക്യം, അപ്പോൾ പത്രോസ് വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു, നസറാന യേശുവിന്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞു. വിശ്വസിക്കാമെങ്കിൽ അഭിഷേകത്തിൽ നിറഞ്ഞ പത്രോസ് 40-ലധികം വയസ്സുള്ള അമ്മയുടെ ഉദരം മുതൽ മുടന്തലായ മനുഷ്യനെ കരത്തിൽ പിടിച്ചുകൊണ്ട് എഴുന്നേൽപ്പിക്കുകയാണ്. ദൈവശബ്ദം, ദൈവിക അഭിഷേകം നിങ്ങളെ എഴുന്നേൽപ്പിക്കുന്നതാണ്. എത്ര പേർ എൻ്റെ കൂടെ ചേർന്ന് വിശ്വസിച്ചുകൊണ്ട് പറയും, ഈ പ്രഭാതം ഒരു എഴുന്നേൽപ്പിന്റെ പ്രഭാതമാണ്. കർത്താവെ, അടുത്തു വന്ന് ഞങ്ങളെ എഴുന്നേൽപ്പിക്കുന്നതിനായി സ്തോത്രം. അങ്ങയുടെ കരം വെളിപ്പെടുന്നതിനായി ഞാൻ കണ്ണുകളൊന്ന് അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവെ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. എഴുന്നേൽക്കാൻ ആഗ്രഹിക്കുന്നവർ മുഴുവൻ എഴുന്നേൽക്കട്ടെ അപ്പ. അങ്ങയുടെ കരം വെളിപ്പെടട്ടെ, അത്ഭുതം സംഭവിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു വലിയ എഴുന്നേൽപ്പിന്റെ ശക്തി ഇവരുടെ മേളിൽ വ്യാപരിക്കട്ടെ. കർത്താവ് ഇവരെ അനുഗ്രഹിക്കുന്നു. ആമേൻ. പ്രിയരേ, പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി ഞാൻ വിശ്വസിക്കുകയാണ്. വേഗത്തിൽ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതുപോലെ ഈ കാണുന്ന നമ്പറുകൾ വിളിച്ച് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കണമെന്ന് ഓർപ്പിക്കുന്നു. കർത്താവ് നിങ്ങളെ കൂടുതൽ അനുഗ്രഹിക്കട്ടെ. അതേപോലെ ഒരു ഗുഡ് ന്യൂസ്, എല്ലാ ദിവസവും ഇന്ത്യൻ സമയം വൈകിട്ട് 6 മണിക്ക് നമുക്ക് സൂമിൽ ആരാധന നടക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ നേരിട്ട് പറയാൻ കഴിയും. അതേപോലെ ആരാധനയും വചനധ്യാനവും ഉണ്ട്. നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. ആയിരങ്ങൾക്ക് അത് വിടുതലായിട്ടുണ്ട്. നിങ്ങൾ കടന്നു വരണമേ. കർത്താവ് നിങ്ങളെ അധികത്തിൽ മാനിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.